സത്സംഗം മാസികയെക്കുറിച്ച് സൂചിപ്പിക്കാമോ എന്നാണ്. ഇതിപ്പോൾ ആശ്രമത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആരോ എഴുതി വെച്ചതാണ്. തീർച്ചയായിട്ടും സൂചിപ്പിക്കുകയല്ല, കിട്ടിയ ചാൻസിന് പരസ്യം പറഞ്ഞേ മതിയാവൂ. അദ്വൈതാശ്രമം സത്സംഗം, അദ്വൈതാശ്രമത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആശ്രമത്തിന്റെ ഒരു ശബ്ദം എന്ന രീതിയിൽ കഴിഞ്ഞ 10 വർഷങ്ങളായി പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. 10 വർഷങ്ങൾ പൂർത്തിയാക്കി. അതില് വേദാന്തം, ധർമ്മശാസ്ത്രം, സംസ്കൃത ഭാഷ, വർത്തമാനകാലീന ഭാരതീയ സ്ഥിതിഗതികൾ, കുട്ടികൾക്ക് ധർമ്മപ്രബോധനം ചെയ്യേണ്ടത് എങ്ങനെ തുടങ്ങി വിവിധ പംക്തികളുണ്ട്. ധർമ്മത്തിനും വേദാന്തത്തിനും ഒരേ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പംക്തികളുണ്ട്. സാമാന്യം പരിശ്രമിച്ച് നല്ലതായി ഇറങ്ങുന്നു എന്നാണ് വിശ്വാസം. എങ്കിലും വേണ്ടത്ര അതിന് പ്രചാരം ഉണ്ട് എന്ന് പറയാൻ വയ്യ. ഇപ്പൊ ഇരിക്കുന്ന ഓരോരുത്തരും അതിൻ്റെ വരിക്കാരാവുകയും അതിൻ്റെ പ്രചാരകരാവുകയും ചെയ്താൽ അത് വലിയൊരു ധർമ്മസേവയായിരിക്കും. കാരണം വർത്തമാനകാലത്തെ സനാതന ധർമ്മത്തിന്റെ അവസ്ഥയെ ശരിക്ക് ബോധിപ്പിക്കുന്ന പംക്തികൾ അതിലുണ്ട്. ഇപ്പോൾ അതിന് വാർഷിക വരിസംഖ്യ 450 രൂപയാണ്. പക്ഷേ ഇപ്പൊ തന്നെ അത് നഷ്ടം സഹിച്ചുകൊണ്ടാണ് അത് ഇറക്കുന്നത്. നിർത്തരുത് എന്നൊരു സങ്കല്പമുള്ളത് കൊണ്ട് വലിയ നഷ്ടം സഹിച്ചിട്ടാണ് ഇപ്പൊ ഇറക്കുന്നത്. കാരണം കെട്ടിലും മട്ടിലും നന്നാവണം എന്നൊരു ചിന്ത ഉണ്ട്. അതുകൊണ്ട് നല്ല പേപ്പറാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പോഴാണ് ഇരുട്ടടി പോലെ വലിയൊരു ആഘാതം ഇപ്പൊ വന്നിട്ടുള്ളത്. പുതിയ തീരുമാനം കേന്ദ്ര ഗവൺമെന്റിൻ്റെത് വന്നു കഴിഞ്ഞു. മാസികകൾക്ക്, ദ്വൈമാസികകൾക്ക്, ത്രൈമാസികകൾക്ക്, അതുപോലെ ബയാനുവൽ, ആനുവൽ പതിപ്പുകൾക്കൊക്കെ പോസ്റ്റൽ ഇളവ് എടുത്തു മാറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോ 9 രൂപ ഒരു വർഷം ഒരാൾക്ക് സ്റ്റാമ്പിനത്തിൽ ചെലവാക്കേണ്ടത് 120 രൂപയായി ഉയർന്നു. 9 രൂപയുടെ സ്ഥാനത്ത് 120 രൂപയാവും. ഇപ്പോൾ ഉള്ള നഷ്ടം ഏകദേശം ഒരു 8 ഇരട്ടിയെങ്കിലും ആവുന്ന അവസ്ഥയാണ് വരിക. അപ്പൊ അതിന്റെ വില വർദ്ധിപ്പിച്ചേ മതിയാവൂ. വില വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രം പ്രയോജനമില്ല, പരമാവധി പേരിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കണം. അതുകൊണ്ട് ഈ കൂടിയ സജ്ജനങ്ങളോട് പറയാനുള്ളത്, അത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കുക. നല്ലതാണ്, വേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വരിക്കാരാവുക. അത് എന്തെങ്കിലും പ്രയോജനം വർത്തമാനകാലത്തിൽ ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പരിചിതരെ അതിൽ അംഗങ്ങളായി ചേർക്കുക. എന്തിനൊക്കെ പണം ചെലവഴിക്കുന്നുണ്ട്, എത്രയൊക്കെ ചെലവഴിക്കുന്നുണ്ട്. ഇതിപ്പോ എത്രയാ കൂട്ടിയാൽ പുതിയ റേറ്റ് എത്ര വരും എന്നറിയില്ല. ഇപ്പൊ 450 രൂപയാണ്. ഇനി അതിൽ ആരും ചേരണ്ട കേട്ടോ പുതുതായിട്ട്. കാരണം ഈ പോസ്റ്റൽ വർധനവ് വന്നുകൊണ്ട് എന്തായാലും ഒന്ന് വർദ്ധിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്തിനാണെച്ചാലും അത്രയല്ലേ വർദ്ധിക്കൂ. അതുകൊണ്ട് അതിന്റെ പ്രചരണം ചെയ്താൽ നല്ലതാണ് എന്നൊരു അഭിപ്രായമുണ്ട്.